ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോക്കോ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും ഫ്ലേവറിൽ വരുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. ചോക്ലേറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും സ്പഞ്ച് നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ക്രഷ് ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ബാറ്ററിൽ തന്നെ 2 സ്പോഞ്ച് റെഡിയാക്കി എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം 1 kg കേക്കിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് മൈദ എടുക്കാം. 250 ml കപ്പിലാണ് 1 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 3 തവണ അരിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ എടുക്കുന്ന സാധനങ്ങളൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കാനും ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അരിച്ചെടുത്ത മൈദ മാറ്റി വെക്കാം. ഇനി 4 മുട്ടയാണ് വേണ്ടത്. 4 മുട്ടയും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ആഡ് ചെയ്യാം. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര 2 തവണയും മുട്ടയിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം വീണ്ടും പഞ്ചസാര ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര കിട്ടുവേ. മുട്ടയുടെ മഞ്ഞ നിറം മാറി നല്ല വെള്ള നിറാകുന്നത് വരെ ബീറ്റ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗവിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മൈദ 3 തവണയായി കുറച്ചായി ഇട്ട് കൊടുത്ത് വിസ്ക് വെച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 ഫ്ലേവറിലുള്ള ബാറ്റർ ആക്കിയെടുക്കണം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ 1 ലെയറും ഓറഞ്ചിൻ്റെ 2 ലെയറും ആണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ വേണമെങ്കിൽ 2 ലെയർ ആക്കിയെടുക്കാം. ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് 1 ലെയർ ആയതുകൊണ്ട് ബാറ്ററിൻ്റെ 1/4 ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇപ്പോൾ ഒഴിച്ചു വെച്ച ആ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർത്ത് കൊടുക്കാം. അരിച്ചില്ലെങ്കിൽ കട്ടയുണ്ടാകും. അതിനുശേഷം വിസ്ക് വെച്ച് നന്നായി പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മറ്റേ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ ക്രഷാണ്. ക്രഷ് 2 ടേബിൾ സ്പൂൺ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 2 മോൾഡ് എടുത്തിട്ടുണ്ട്. 1 മോൾഡേ ഉള്ളുവെങ്കിൽ ഒന്ന് ബേക്ക് ചെയ്ത ശേഷം അടുത്തത് വെച്ച് കൊടുത്താൽ മതി. മോൾഡിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അത് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഷുഗർ സിറപ്പും ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഗനാഷ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ക്രീം നന്നായി ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. ഇത് 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും ചോക്ലേറ്റ് നന്നായി മെൽറ്റായി കിട്ടും. ചോക്ലേറ്റും ക്രീമും 2:1 റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ക്രീം എന്ന അളവിൽ വേണം എടുക്കാൻ. ഗനാഷ് ഡ്രിപ്പ് ചെയ്യാൻ ഈ ഒരു റേഷ്യോയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓറഞ്ചിൻ്റെ സ്പഞ്ച് ബേക്കായി വരുന്ന നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സ്പഞ്ച് രണ്ടും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീം നന്നായി ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കിയെടുക്കാം. ഓറഞ്ച് സ്പഞ്ച് 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഓറഞ്ച് സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഓറഞ്ച് ക്രഷ് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായി ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത ശേഷം ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയറായി ഓറഞ്ച് സ്പഞ്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായും ഐസിങ് ചെയ്തെടുക്കാം. ഇനി ക്രീമിൽ കുറച്ച് ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഗനാഷ് ഒഴിച്ച് സൈഡിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസറ്റ നോസിൽ വെച്ച് ഇതുപോലെ റോസറ്റ വെച്ച ശേഷം ചോക്ലേറ്റ് ഗാർണിഷാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് സിലിക്കോൺ മോൾഡിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.